ലോകം അദ്ദേഹത്തെ കളിയാക്കി. ഭ്രാന്തൻ എന്ന് വിളിച്ചു. കുട്ടികളെ കൊണ്ട് അദ്ദേഹത്തെ കളിയാക്കി. കല്ലെറിഞ്ഞു. മക്ക എന്ന തന്റെ ജന്മനഗരത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. അദ്ദേഹത്തെ പിന്തുണച്ചവരിൽ നിന്ന് അവരുടെ സ്വത്തുവകകളെല്ലാം പിടിച്ചെടുക്കപ്പെട്ടു. അവരെ അദ്ദേഹത്തിനോടൊപ്പം മരുഭൂമിയിലേക്ക് ആട്ടിപ്പായിച്ചു. 10 വർഷത്തോളം പ്രവാചനത്തിലേർപ്പെട്ടു. അദ്ദേഹത്തിന്റെ പക്കൽ ഒന്നുമില്ലായിരുന്നു. ദാരിദ്ര്യവും കളിയാക്കലുകളും മാത്രമേ കൈവശമുണ്ടായിരുന്നുള്ളൂ. 10 വർഷം വീണ്ടും കഴിഞ്ഞപ്പോൾ പുതിയ ലോകം പ്രവാചക നേതൃത്വത്തിലായി. സാഹസികത 3 തലങ്ങളിലായിരുന്നു. വാക്കുകളുടെ കരുത്ത്, പ്രാർത്ഥനയുടെ ഫലവത്തത, ദൈവത്തിനോട് മനുഷ്യനുള്ള ബന്ധുത്വം എന്നിവയാണവ. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അർത്ഥവത്താകുമെന്ന് ചിന്തിച്ചവർ അധികമില്ല. അവസാനത്തെ മഹാനായ പ്രവാചകൻ. മക്കയിലെ ഒരു പ്രമുഖ കുടുംബത്തിലെ ദരിദ്രരായ മാതാപിതാക്കൾക്കാണ് മുഹമ്മദ് ജനിച്ചത്. മക്ക അക്കാലത്ത് ലോകവ്യാപാരത്തിന്റെ പ്രധാന നഗരങ്ങളിലൊന്നായിരുന്നു. വ്യാപാരവും വ്യവസായവും അവിടെ തഴച്ച് വളർന്നിരുന്നു. പ്രവാചകൻ ചെറുപ്പകാലത്ത് ആടിനമേച്ചു. പിന്നെ ഒരു വിധവയുടെ കീഴിൽ ജോലി ചെയ്തു. അദ്ദേഹത്തിന് 28 വയസ്സായപ്പോൾ വിധവയായ ഖദീജ അദ്ദേഹത്തെ അനുകമ്പയോടെ കണ്ടു. ഖദീജ പിതാവിന്റെ അനുഗ്രഹം നേടിയെടുത്ത് അദ്ദേഹത്തെ വിവാഹം ചെയ്തു. പിന്നെ 12 വർഷം മുഹമ്മദ് ബഹുമാന്യതയുള്ള വ്യാപാരിയായി ജീവിച്ചു. അതിനുശേഷം മരുഭൂമിയിൽ അലഞ്ഞ് നടക്കാൻ തുടങ്ങി. ഒരു ദിവസം വിശുദ്ധ ഖുറാനിലെ വചനങ്ങളുമായി തിരിച്ചെത്തി. അത് ഖദീജയെ അറിയിച്ചു. ഗബ്രിയേൽ തനിക്ക് മുന്നിൽ പ്രത്യക്ഷമായി താൻ ദൈവദൂതനാകണമെന്ന് ആവശ്യപ്പെട്ടെന്നും അറിയിച്ചു. ദൈവത്തിന്റെ വിശുദ്ധ ഖുറാൻ വചനങ്ങളാണ് മുഹമ്മദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ദിവ്യാത്ഭുതം. അദ്ദേഹം ഒരു കവിയൊന്നുമല്ലായിരുന്നു. വാക്കുകൾ അത്രക്കൊന്നും വഴങ്ങില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ലഭിച്ച വിശുദ്ധ ഖുറാനിലെ വാക്കുകൾ ഏതൊരു കവികളുടേതിനേക്കാളും മികച്ചതായിരുന്നു. ഏതൊരു കുലത്തിലെയും പേരെടുത്ത കവികൾ എഴുതിയതിനേക്കാളും മികച്ചതായിരുന്നു. അറബികളെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു അത്ഭുതം. വാക്കുകളാണ് ഏറ്റവും വലിയ സമ്മാനം. ദൈവത്തിന് മുന്നിൽ ആണും പെണ്ണും ഒരുപോലെയാണെന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞു. ലോകം ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ലോകമാകണമെന്നും വിശുദ്ധ ഖുറാൻ പറഞ്ഞു. കാബയിലെ തിരുമുറ്റത്തുള്ള 360 വിഗ്രഹങ്ങളും അദ്ദേഹം നിരോധിച്ചിരുന്നു. ഈ വിഗ്രഹങ്ങളാണ് മരുഭൂമിയിൽ വസിക്കുന്ന നാടോടികളെ മക്കയിലെത്തിച്ചത്. അതുമൂലമാണ് വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് മക്കയിലെ വ്യാപാരികൾ, മുതലാളിമാർ മുഹമ്മദിനെതിരെ തിരിഞ്ഞത്. അപ്പോൾ അദ്ദേഹം മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. അവിടെ നിന്നാണ് ഇസ്ലാമിന്റെ വളർച്ച ആരംഭിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ മരണം വരെയും പോരാടാൻ തയ്യാറായ ഒരു ജനതയുടെ രൂപത്തിൽ. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും തന്നോടൊപ്പം ചേരാൻ മുഹമ്മദ് ക്ഷണിച്ചു. അദ്ദേഹം അപ്പോൾ ഒരു പുതിയ മതം സൃഷ്ടിക്കുകയല്ലായിരുന്നു. ഒരൊറ്റ ദൈവത്തിൽ വിശ്വസിച്ചവരെയെല്ലാം വിശ്വാസത്തിന് കീഴെ അണിനിരക്കാൻ ക്ഷണിക്കുകയായിരുന്നു. ജൂതനും ക്രിസ്ത്യാനികളും ആ ക്ഷണം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇസ്ലാം ലോകത്തെ കീഴടക്കുമായിരുന്നു. അവർ അത് ചെയ്തില്ല. മനുഷ്യത്വപരമായ യുദ്ധങ്ങളിൽ പങ്കുചേരാനുള്ള മുഹമ്മദിന്റെ വിളി പോലും അവർ ചെവികൊണ്ടില്ല. പ്രവാചകന്റെ ജനത ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ വിശ്വാസം നോക്കി ഒരാളുടെയും ജീവനെടുത്തില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം കുരിശുയുദ്ധക്കാർ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ അവർ ഒരൊറ്റ മുസ്ലിം പുരുഷനെയോ സ്ത്രീയെയോ കുട്ടിയെയോ ബാക്കി വെച്ചില്ല.